ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹുവാവെയുടെ നോവ 3 എന്നുള്ള ഈ മൊബൈൽ ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗസ്റ്റിലാണിത് റിലീസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസിലുള്ള മൊബൈലാണിത്. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് LGയുടെ G6 എന്നൊരു മോഡലായിരുന്നു. ഒരു 8-9 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസുള്ളൊരു മൊബൈലായിരുന്നു. ക്യാമറ ക്വാളിറ്റി വളരെ നല്ല ഒരു മൊബൈലായിരുന്നു. സാധാരണയായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെല്ലാം തന്നെ SLR ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാലം എൻ്റെ LG ഫോണായിരുന്നു യൂസ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ അതിനൊരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണ്, ഇപ്പോൾ LG 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫോണായിരുന്നു, ക്യാമറ ഉള്ളൊരു ഫോണായിരുന്നു. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ക്യാമറ ഫെസിലിറ്റി ഉള്ള ഫോണ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും ബാക്കിയുള്ള സ്പെസിഫിക്കേഷനൊക്കെ വളരെ നല്ല ഒരു മൊബൈലായിട്ടാണ് Huawei നോവ 3യുടെ റിവ്യൂ മറ്റുള്ള ആളുകൾ ചെയ്തത് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കി സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൊബൈലാണ് ഇന്ന് പർച്ചേസ് ചെയ്തത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോവ 3യുടെ വേറെ 1-2 മോഡലുകളും കൂടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നോവ 3E അതുപോലെ തന്നെ നോവ 3i എന്നുള്ള 2 മറ്റു മോഡലുകളും ഉണ്ട്. പക്ഷേ അതിൽ ചെറിയ സ്പെസിഫിക്കേഷൻസിൻ്റെ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ പ്രൈസ് അതിന് രണ്ടിനും ഇതിനേക്കാളും ഞാനിത് സൗദിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഒരു 500 റിയാലിന് 500-600 റിയാലിൻ്റെ ഡിഫറൻസ് മറ്റു 2 മോഡലിൽ വരുന്നുണ്ട്. ഈ മോഡലിന് ഇത് സൗദി റേറ്റ് 1700 റിയാലിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇന്ത്യൻ റേറ്റ് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു 35,000 രൂപയുടെ മുകളിലാണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ഒരു മോഡലാണ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പ്യുവർ ബ്ലാക്ക് ആണ്. കൂടാതെ ഇതിൽ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിലായിട്ടൊരു സിം ഇജക്ടർ കാണാം. അതിനകത്തായിട്ട് കുറച്ച് പേപ്പർ വർക്ക്സ്, ഒരു ഗ്ലാസ് പ്രൊട്ടക്ടർ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ടൈപ്പ് സിയിലുള്ള ഒരു USB കേബിളാണ് യൂസ് ചെയ്യുന്നത്, ചാർജ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നല്ല ആംബിയറിലുള്ള ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതുകൂടാതെ ആപ്പിളിൻ്റെ എയർപോർട്ട് ടൈപ്പിലുള്ള ഒരു ഹെഡ്സെറ്റും ഇതോടൊപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 കളേഴ്സിൽ ആണ് നമുക്കത് ലഭ്യമാവുന്നത്. ഐറിഷ് പർപ്പിൾ, എയറി ബ്ലൂ, പ്രൈം റോസ് ഗോൾഡ്, അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്, ഇത്തരത്തിലുള്ള 5 കളറുകളിൽ നമുക്കിത് ലഭ്യമാണ്. മറ്റുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 മെഗാ പിക്സലിൻ്റെ 2 ക്യാം ഇതിൽ വരുന്നുണ്ട്, ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് 24. അതുപോലെ തന്നെ ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹുവായിയുടെ തന്നെ സ്വന്തം AI ചിപ്സെറ്റായ കിരൺ 970 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3750 mAh ഉള്ള ബാറ്ററി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ടറും ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നുണ്ട്. ഫേസ്ബുക്ക് ഡിറ്റക്ടർ തന്നെ വളരെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡലാണിത്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 9.5 ആസ്പെക്ട് റേഷ്യോയിലുള്ള 6.3 ഇഞ്ച് നോച്ച് ഡിസ്പ്ലേ ആണ്. കൂടാതെ IPS LCD പാനലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ ഫ്രണ്ടിലായിട്ട് ഡുവൽ ക്യാമാണ്, അതുപോലെ തന്നെ ബാക്കിലും ഡുവൽ ക്യാമാണ്. മൊത്തം 4 ക്യാം ഇതിൽ വരുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ f1.8 അപ്പേർച്ചറിലുള്ള 2 ക്യാമാണ് റിയറിൽ വരുന്നത്. അതിൽ മെയിൻ ക്യാം 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമും അതുപോലെ തന്നെ 24 മെഗാ പിക്സലിൻ്റെ ഒരു മോണോക്രോം ക്യാമുമാണ് മെയിൻ ക്യാമായിട്ട് ബാക്ക് സൈഡിൽ വരുന്നത്. ഇതിൽ നമുക്ക് 2160 അറ്റ് 30 ഫ്രെയിം സെക്കൻഡ്, അതുപോലെ തന്നെ 1080 അറ്റ് 30 ഫ്രെയിം സെക്കൻഡ്, 1080 അറ്റ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ക്യാം വരുന്നത് f2 അപ്പേർച്ചറിലുള്ള 2 ക്യാമാണ്. അതിൽ മെയിൻ ക്യാമായി 24 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ആണ് സെൽഫി ക്യാമായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 1080 അറ്റ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള വീഡിയോസ് സെൽഫി ക്യാം യൂസ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. മെമ്മറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് നമുക്ക് ലഭ്യമാണ്. 128 സ്റ്റോറേജുള്ള 6 GB റാമും 4 GB റാമും, ഇത്തരത്തിലുള്ള 2 ടൈപ്പ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഡുവൽ സിം ആണ്. നമുക്ക് ഒരു സിം കാർഡും അല്ലെങ്കിൽ ഒരു മൈക്രോ SD കാർഡുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് ടൈപ്പുള്ള സിം പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ ഒരു USB
സി ടൈപ്പിലുള്ള ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ ഒരു സ്പീക്കറും ആണ് താഴെ കാണാൻ സാധിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ ആൻഡ് വോളിയം ബ്രോക്കൺ ബട്ടൺ ആണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം എജക്ടർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 8.2 ഓറിയോ ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. മറ്റു ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹുവാവിയുടെ തന്നെ സ്വന്തം ചിപ്സെറ്റായ ഹെസിലിക്കൻ കിരിൻ 970 ചിപ്സെറ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CPU കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്ടാ കോറിൻ്റെ 4x2.4 GHz കോർട്ടെക്സ് A73 എന്നൊരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അലുമിനിയം ഫ്രെയിമിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ടൈപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടുകൊണ്ട് ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.